അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സൂറത്തു യാസീൻ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. നമ്മളെല്ലാവരും എപ്പോഴും ഓതുന്ന ഒരു സൂറത്താണ് സൂറത്തു യാസീൻ. നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും പ്രതിവിധി നൽകുന്ന ഒരു സൂറത്താണ് സൂറത്തു യാസീൻ. നമ്മുടെ നബി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എല്ലാ വസ്തുവിനും ഹൃദയമുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ ഹൃദയം സൂറത്തു യാസീനാണെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സൂറത്തു യാസീൻ പാരായണം ചെയ്യുന്നവൻ്റെ എല്ലാ നല്ല ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു സഫലീകരിച്ചു കൊടുക്കുമെന്ന്. പറഞ്ഞു വന്നത്, ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ പെട്ടെന്ന് സഫലമായി കിട്ടാൻ സൂറത്തു യാസീൻ സാധാരണ രീതിയിലല്ലാതെ മറ്റൊരു രീതിയിൽ ഓതേണ്ടതുണ്ട്. അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളുടെ ഉദ്ദേശങ്ങൾ സഫലമായി കിട്ടാൻ യാസീൻ ഈ രൂപത്തിൽ ഓതിയാൽ നിങ്ങൾ ആഗ്രഹിച്ച ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടുന്നതാണ്. മഹാനായ സയ്യിദ് മുഹമ്മദ് ഹഖുൻ നാസിരി റളിയല്ലാഹു അൻഹു പറയുന്നു, യാസീൻ എന്ന പദം 7 തവണ ആവർത്തിക്കുക. അതായത് യാസീൻ 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 എന്നിങ്ങനെ 7 തവണ ആവർത്തിക്കുക. തുടർന്ന് യാസീൻ്റെ ബാക്കി ഭാഗങ്ങൾ ഓതുക. 38-ാമത്തെ ആയത്ത് എത്തുമ്പോൾ, അഥവാ ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം എത്തുമ്പോൾ ഇത് 14 തവണ ആവർത്തിക്കുക. ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം, ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം എന്നിങ്ങനെ 14 തവണ ആവർത്തിക്കുക. തുടർന്ന് യാസീനിൻ്റെ ബാക്കി ഭാഗം ഓതുക. ശേഷം 18-ാമത്തെ ആയത്ത് എത്തുമ്പോൾ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന സ്ഥലത്തെത്തുമ്പോൾ ഇത് 16 തവണ ആവർത്തിക്കുക. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്ന ആയത്ത് 16 തവണ ആവർത്തിക്കുക. തുടർന്ന് യാസീൻ്റെ ബാക്കി ഭാഗങ്ങൾ ഓതുക. അവസാനമായിട്ട് 81-ാമത്തെ ആയത്ത്, അഥവാ അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ ഇവിടെ എത്തുമ്പോൾ ഇത് 4 തവണ ആവർത്തിക്കുക. അവലൈസല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ബിഖാദിരിൻ അലാ അൻ യഖ്ലുഖ മിസ്ലഹും ബലാ ഇവിടെ എത്തുമ്പോൾ ഇത് 4 തവണ ആവർത്തിച്ച് ഓതുക. എന്നതിൻ്റെ ശേഷം ബാക്കി യാസീൻ സൂറത്തിൻ്റെ ഭാഗങ്ങൾ ഓതി പൂർത്തിയാക്കുകയും ചെയ്യുക. ഈ രീതിയിൽ യാസീൻ സൂറത്ത് സുബഹിക്ക് ശേഷം 4-7 തവണ ഓതിയാൽ അവൻ്റെ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് സഫലമാക്കി കൊടുക്കും. മഹാനായ സയ്യിദ് മുഹമ്മദ് ഹഖുൻ നാസിരി റളിയല്ലാഹു അൻഹു തൻ്റെ ഖസീനത്തുൽ അസ്റാർ എന്ന കിതാബിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഹലാലായ ഉദ്ദേശങ്ങൾ ആഗ്രഹങ്ങൾ നിങ്ങൾ മനസ്സിൽ കരുതി മേൽ പറഞ്ഞ രീതിയിൽ സൂറത്തുൽ യാസീൻ ഓതുക. തീർച്ചയായും ഫലം കിട്ടുന്നതാണ്. പലവിധ തരീഖത്തിലെ മശായിഖുമാർ കാണിച്ചു തന്ന ഒരു രൂപമാണ് പറഞ്ഞു തന്നത്. എല്ലാവരും ഇത് ജീവിതത്തിൽ ചെയ്തു നോക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.